നമസ്കാരം. കെ മുരളീധരൻ അഥവാ കിങ്ങിണിക്കുട്ടന്റെ പുരോഗമന മനസ്സെത്രത്തോളം ഉണ്ടെന്ന് ഇന്നലെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ബോധ്യപ്പെട്ടു. തലസ്ഥാനത്തെ മാനവീയ വീഥി, പുതിയ കാലഘട്ടത്തിലെ ലിംഗസമത്വം, അത് ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്കും ഏത് നേരത്തും വന്ന് സ്വതന്ത്രമായിരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ കലകൾ, സാംസ്കാരികമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആശയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു പൊതു ഇടം. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണത്രേ മാനവീയം വീഥി. ഈ ഒരു കാര്യം അദ്ദേഹം പറയാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞാൽ, ഈ ഇൻഡോറിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് ഒരിക്കൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടെ. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. ശ്രീ വയലാർ രവി, ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ KPCCയുടെ പ്രസിഡന്റുമാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം, തെന്നലെ അടക്കം, ശ്രീ വയലാർ രവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകരോട്, പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു, ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. അതെ, അത് മാനവീയം വീഥിയുടെ തൊട്ടടുത്തായിട്ട് ഇന്ദിരാഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. KPCC ഓഫീസാണ്. അതിനകത്തുള്ള ഒരു കിളിവാതിലിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എല്ലാവർക്കും ഇതുപോലെ വന്നിരിക്കാൻ പറ്റില്ല, കാര്യം പരസ്യമല്ല. അവിടെ ഈ ഒരു പ്രത്യേക ഡിസ്കഷൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കഥയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ആ കഥയിലാണ് ഏറ്റവും ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്, ഒരിക്കൽ ഡെന്നീസിനോട് പൊട്ടിത്തെറിച്ച്, അതായത് ഇതുപോലുള്ള ഒരു വീഥി അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു മാനവീയം കിളിവാതിൽ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു. ആ കിളിവാതിനകത്ത് അദ്ദേഹം കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ ചുമതല ഉണ്ടായിരുന്ന ഡെന്നീസിനോട് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാണ് പൊട്ടിത്തെറിച്ച? എന്താ ഡെന്നീസ് പൈപ്പിൽ വെള്ളം ഇല്ലാതിരുന്നത് എന്നുള്ള കാര്യം. അപ്പോ രാജ്മോഹൻ ഉണ്ണിത്താൻ അന്ന് ഉപദേശിച്ചത്രേ, പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം അത്രേ. അങ്ങനെ ഉള്ള ഡിസ്കഷൻ, അതായത് ഇൻഡോർ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി ഈ മാനവീയം വീഥിയിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇത് പരസ്യമായിട്ടിരുന്ന് സംസാരിക്കാനാകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ ആ കിളിവാതിൽ മാനവീയത്തിനകത്തിരുന്നുള്ള ഡിസ്കഷനെ കുറിച്ച് ഓർമ്മ വരുന്നത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പരാമർശം നടത്തേണ്ടി വന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും നല്ല പുരോഗമന കാഴ്ചപ്പാടുള്ളവരാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവർ എന്തുകൊണ്ടും ഭൂഷണമാണെന്ന് നമ്മുടെ യുവതലമുറ, യുവാക്കളാണല്ലോ ഇതൊക്കെ കേൾക്കേണ്ടത്. കാര്യം ഈ മണ്ടപോയ കേസുകളോ എക്സ്പയറി ആയതിനൊന്നും അല്ലല്ലോ ഈ പുതിയ കാലഘട്ടത്തിലെ ഇത്തരം ഇടങ്ങളൊക്കെ ഒരുക്കുന്നത്. ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറയിലുള്ളവരുടെ കാഴ്ചപ്പാടോ അവരുടെ രീതികൾക്കോ അവരുടെ ജീവിത കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുള്ള ഒരിടമാണ് മാനവീയം വീഥി. അവിടെ പലപ്പോഴും പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പോയിട്ടുള്ള ഒരു മനുഷ്യരും അവിടെ ഈ ഇൻഡോറിൽ നടക്കേണ്ടത് ഔട്ട്ഡോറിൽ നടക്കുന്നു എന്നൊന്നും അവിടെ പറഞ്ഞതായിട്ട് ആരും കേട്ടിട്ടില്ല. പലതരത്തിലുള്ള ഓരോരുത്തരുടെ സർഗാത്മകതകൾ അവിടെ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട്. അത് ഡാൻസുകളായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, വൈകിട്ട് കൂട്ടം ചേർന്ന ആൾക്കാർ അവിടെ എത്തി വളരെയധികം ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് നോട്ടങ്ങൾ, ശല്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമായിട്ട് പരസ്യമായിട്ട് ഇരുന്ന് വർത്തമാനം പറയാൻ അത് ഏത് സമയത്ത് വേണം വന്നിരിക്കുക. അവിടെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിൽ ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാർ, കുറച്ച് സാമൂഹിക വിരുദ്ധർ വന്നുണ്ടാക്കിയ പ്രശ്നം മാറ്റി നിർത്തിയാൽ അത് ഒരു പൊതു ഇടമായിട്ട് യൂത്ത് അംഗീകരിച്ച ഇടമാണ്. ആ ഇടത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ യൂത്തിനെ നയിക്കാൻ ഒരു ശേഷിയുള്ള, കഴിവുള്ള നേതാവാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നു? ഒരു മണ്ടപോയെന്ന് പോലും പറഞ്ഞാൽ പറ്റില്ല. ഇത്രമാത്രം വമ്പം പരാജയങ്ങളാണ് കോൺഗ്രസ്സുകാർ വളർത്തുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഏക ബന്ധം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇൻഡോറും ഔട്ട്ഡോറുമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം ഇതൊക്കെയാണ്. അത് മാത്രമേ എല്ലായിടത്തും നടക്കുന്നുള്ളൂ എന്ന് ഇവർ കരുതുകയാണ്. ഈ പ്രവർത്തനങ്ങൾ, അതായത് വിദേശ രാജ്യത്ത് നിന്നാലും അല്ലെങ്കിൽ കോവളത്തൊക്കെ വന്നിട്ട് സ്ത്രീ പുരുഷനൊക്കെ ഒരുമിച്ചൊക്കെ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇവരുടെ കാഴ്ചകൾ ഏതർത്ഥത്തിലായിരിക്കും?
അപ്പോ ഉള്ളിലെ ഞരമ്പുകളാണ് ഇതുപോലെയൊക്കെ വർത്തമാനങ്ങളായി പുറത്തു വരുന്നത്. ആ കാഴ്ചകളിലെല്ലാം ഈ ഞരമ്പ് ചിന്തകൾ മാത്രമേ ഉള്ളൂ. ആ ഞരമ്പ് ചിന്തകളുടെ നോട്ടങ്ങളും ആ ഞരമ്പ് ചിന്തകളും മാത്രമാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നത്. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താനെ ഇങ്ങനെയൊക്കെ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ചൊക്കെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അമർഷമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും രാജ്മോഹൻ ഉണ്ണിത്താനെ കുറ്റം പറയേണ്ടതില്ല. രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ഈ വിഷയത്തിൽ ശരിയെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്. കാര്യം അദ്ദേഹം അന്ന് പറഞ്ഞ ആ കിളിവാതിൽ ഡിസ്കഷനൊക്കെ എന്തായിരുന്നു എന്നും അവിടുത്തെ മാനവീയൻ കിളിവാതിൽ അല്ലെങ്കിൽ അവിടുത്തെ ഡെന്നിസ് കഥാപാത്രമൊക്കെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹം മുഴുവൻ ഒന്നാണെന്ന് ആ മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണുമായിട്ട് മുരളീധരൻ നോക്കുന്നതുകൊണ്ടാണ് ഇതിനെയൊക്കെ മോശമായിട്ട് തോന്നിപ്പോകുന്നത്. വീട്ടിലുള്ള ചിലപ്പോ കുട്ടികളടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും ഈ പറയുന്ന ഒരു പിതാവായിപ്പോയല്ലോ എന്നോർത്ത് അവർക്ക് പോലും തലകുനിക്കേണ്ട അവസ്ഥ വരുന്ന ഒരു പരാമർശമാണ് നടത്തിയെന്ന് നിസ്സംശയം പറയാം.